إن الحمد لله حمدا كثيرا طيبا مباركا فيه، والصلاة والسلام على محمد وآله وصحبه أجمعين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله، ونشهد أن محمدا رسول الله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إنني هداني ربي إلى صراط مستقيم دينا قيما ملة إبراهيم حنيفا وما كان من المشركين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹുവിന്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾക്ക് വിധേയരായി ഈമാനോടെ ഇഖ്ലാസോടെ തഖ്വാബോധത്തോടെ ജീവിക്കുവാൻ എന്നോടും തുടർന്ന് നിങ്ങളോടും ഞാൻ വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസന്മാരായി ജീവിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമർ റഹീമായ റബ്ബേ, യൗമുൽ ജുമുഅയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കി നിന്റെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനത്തിൽ വിശ്വാസികളായ ഞങ്ങളിതാ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഞങ്ങളുടെ ജുമുഅ നമസ്കാരവും അതിലെ പ്രാർത്ഥനയും ഖുതുബയുമെല്ലാം വലിയ സൽക്കർമ്മമായി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മാനെ. ഖുതുബ നല്ലവണ്ണം ശ്രദ്ധിക്കുവാൻ, നമസ്കാരം ജുമുഅ നമസ്കാരം ഭക്തിയോടുകൂടി നിർവഹിക്കുവാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങളിൽ പലവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ, ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടവർ, വീടുകളിൽ വിശ്രമിക്കുന്നവർ, എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന റഹ്മാൻ, എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകാൻ കഴിയുന്ന പടച്ചവനെ, നിന്റെ മുന്നിലേക്ക് ഞങ്ങൾ ഇതാ കൈകൾ ഉയർത്തും. ഞങ്ങളിലുള്ള രോഗികളുടെ എല്ലാവിധ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നീക്കി ആരോഗ്യവും ആയുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മാൻ. പടച്ചവനെ, ഞങ്ങളിൽ പല ആൾക്കാരും പള്ളികൾക്കും മദ്രസകൾക്കും അതുപോലുള്ള ദീനീ സ്ഥാപനങ്ങൾക്കും ജാരിയായി സ്വതക്ക നൽകുന്ന ധാരാളം ആൾക്കാരുണ്ട്.
ചില ആൾക്കാർ മരിച്ച ഉമ്മയുടെ പേരിലായിരിക്കും, ചിലവർ സ്വന്തം പേരിലായിരിക്കും, ചിലവർ മാതാപിതാക്കളുടെ പേരിലായിരിക്കും. അല്ലാഹുവേ, അപ്രകാരം പള്ളികൾക്കും മദ്രസകൾക്കും ദീനീ സ്ഥാപനങ്ങൾക്കും ജാരിയായി സ്വതക്ക കൊടുക്കുന്ന ആ സ്വതക്കകൾ അവരുടെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അതിന് ഓഫീസ് പ്രതിഫലം കൊടുക്കുകയും, മരിച്ചുപോയ മാതാപിതാക്കളാണെങ്കിൽ ആ ജാരിയായ സ്വതക്ക ആ മാതാപിതാക്കളുടെ ഖബറുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്നാണ്. ബഹുമാന്യ സഹോദരങ്ങളെ, സഹോദരിമാർ, ഹംദിനും സ്വലാത്തിനും ശേഷം ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്തു അൻആം, അൽ അൻആം, നാൽക്കാലികൾ എന്നർത്ഥം വരുന്നു സൂറയിലെ 161 ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കാൻ കൽപ്പിക്കുന്ന ഒരു കൽപ്പനയാണ്. നബിയെ പറയുക, ഇന്നനി ഹദാനി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് ഹിദായത്ത് നൽകിയിരിക്കുന്നു, എനിക്ക് മാർഗം കാണിച്ചു തന്നിരിക്കുന്നു. ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരായ മാർഗം. ഫാത്തിഹ സൂറത്തിൽ നമ്മൾ പറയുന്ന ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നീ ഞങ്ങളെ നേരായ മാർഗത്തിലാക്കണം. അങ്ങനെ എന്റെ റബ്ബ് എന്നെ ഏറ്റവും നേരായ മാർഗത്തിൽ ആക്കി തന്നിരിക്കുകയാണ്. ദീനൻ ഖിയമൻ, ആ മാർഗം ഏതാണ്? ദീനൻ ഖിയമൻ, വക്രതയില്ലാത്ത മതമാണ്. ഒരു വളവും ചെരിവും ഇല്ലാത്ത നേർക്ക് നേരെയുള്ള മതമാണ്. ആ മതം ആരിൽ നിന്നും ഇങ്ങോട്ട് വന്നതാണ്? മില്ലത ഇബ്രാഹിം ഹനീഫ, നേർമാർഗത്തിൽ നിലകൊണ്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ആദർശത്തിലേക്കാണ് എനിക്ക് അല്ലാഹു മാർഗദർശനം നൽകിയത്. മില്ലത ഇബ്രാഹിം ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കീങ്ങളിൽപ്പെട്ട പ്രവാചകനല്ലായിരുന്നു, ബഹുദൈവാരാധകനായ പ്രവാചകനല്ലായിരുന്നു ഇബ്രാഹിം, ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. മക്കയിലെ മുശ്രിക്കീങ്ങൾ പറയുമായിരുന്നു, ഇബ്രാഹിം, അബ്രഹാം ഞങ്ങളുടെ ആളാണ്, ഞങ്ങളുടെ പ്രവാചകൻ. അല്ലാഹു തിരുത്തി, വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കല്ലായിരുന്നു, മുശ്രിക്കീങ്ങളിൽപ്പെട്ട പ്രവാചകനല്ലായിരുന്നു. ആ അവകാശവാദം അങ്ങോട്ട് വിട്ടേക്കാൻ പറഞ്ഞു. യഹൂദികൾ പറഞ്ഞു, അബ്രഹാം ഞങ്ങളുടെ പ്രവാചകനാണ്, ഞങ്ങളുടെ ആളാണ്. അല്ലാഹു പറഞ്ഞു, വമാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്രാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ. യഹൂദികളോട് അല്ലാഹു പറഞ്ഞു, വമാ കാന ഇബ്രാഹിമു യഹൂദിയാ, ഇബ്രാഹിം യഹൂദിയല്ലായിരുന്നു, ജൂതനല്ലായിരുന്നു. അപ്പോൾ ക്രിസ്ത്യാനികൾ പറഞ്ഞു, അബ്രഹാം ഞങ്ങളുടെ ആളാണ്. അപ്പോഴും അല്ലാഹു ഇടപെടുന്നു, വമാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്രാനിയൻ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം യഹൂദിയല്ലായിരുന്നു, നസ്രാനിയും അല്ലായിരുന്നു. പിന്നെ അദ്ദേഹം ആരായിരുന്നു? കാന ഹനീഫൻ മുസ്ലിമൻ, അദ്ദേഹം മുസ്ലിമായ, ഹനീഫായ മുസ്ലിമായിരുന്നു. വക്രതയില്ലാത്ത മനസ്സുള്ള, നേർക്കുനേരെ ചിന്തിക്കുന്ന ഒരു മുസ്ലിമായ മനുഷ്യനായിരുന്നു ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഖലീലുള്ളാഹിയെ പറ്റി ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കുവാൻ നമ്മുടെ പ്രവാചകനായ ഇബ്രാഹിം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, എന്റെ റബ്ബ് എനിക്ക് എന്റെ നേരായ മാർഗത്തിലേക്ക് ഹിദായത്ത് കാണിച്ചു തന്നിരിക്കുന്നു, മാർഗദർശനം നൽകിയിരിക്കുന്നു. അത് ആരുടെ മാർഗദർശനമാണ്? ദീനൻ ഖിയമൻ, വക്രതയില്ലാത്ത മതമാണ്. മില്ലത ഇബ്രാഹിം ഹനീഫ, ഹനീഫായ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ മില്ലത്തിലെ, മില്ലത്ത് എന്ന് പറഞ്ഞാൽ ചര്യം, മാർഗം, ഇതിനാണ് മില്ലത്ത് എന്ന് പറയുന്നത്. ഹനീഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വക്രതയും ഇല്ലാതെ നേർക്ക് നേരെ പടച്ചവനെ മനസ്സിലാക്കി ഇബാദത്ത് ചെയ്യുന്നയാൾക്ക് എന്ത് പറയാം? ഹനീഫ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് എന്തെല്ലാം പേര് അല്ലാഹു നൽകിയത് എന്ന് ആലോചിക്കുക. ലോകത്ത് ഇത്രയും കൂടുതൽ പേര് കിട്ടിയ വേറൊരു പ്രവാചകൻ ഇല്ല. ഇബ്രാഹിം നബിക്ക് അല്ലാഹു കൊടുത്തൊരു പേരാണ് ഖലീലുള്ളാഹ്. വേറെ ആർക്കെങ്കിലും കൊടുത്തോ അല്ലാഹു ആ പേര്? ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം.
അള്ളാന്റെ കൂട്ടുകാരനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. മറ്റൊന്നാ ഹനീഫായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. നേർക്ക് നേരെ ഋജുമാനസനായി നേർക്ക് നേരെ ചിന്തിക്കുകയും അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്ന ഹനീഫായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അതുപോലെ ഇബ്രാഹിമ, തീർച്ചയായും ഇബ്രാഹിം അലൈഹിസ്സലാം കാന ഉമ്മത്തൻ, അദ്ദേഹത്തിന് അടുത്ത ഒരു പേര്, അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സമുദായത്തിനാണ് ഉമ്മത്ത് എന്ന് പറയുന്നത്, അല്ലെ? ഉമ്മത്ത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഉമ്മത്ത് എന്ന് പേര് നൽകിയത്? ഒരു സമുദായം മുതടക്കം ചെയ്യേണ്ട ജോലി ഒറ്റക്ക് നിർവഹിച്ചു. ഒറ്റക്ക് ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്ത് പൊരുതി നിന്നു നാവ് കൊണ്ട്, പ്രബോധനം കൊണ്ട് അവിടെയുള്ള രാജാവിനെയും പ്രജകളെയും ഞെട്ടിച്ചു. അള്ളാഹു മാത്രമേ ആരാധനക്ക് അർഹമുള്ളൂ. നേർച്ചകളും വഴിപാടുകളും ആരാധനകളും അർത്ഥനകളും സുജൂദുകളും റുക്കൂഉകളും അള്ളാന്റെ മുന്നിൽ മാത്രം. തുറന്നു പറഞ്ഞു, ഒരു പേടിയില്ല. അതുകൊണ്ട് അള്ളാഹു എന്തുപേര് നൽകി? ഉമ്മത്ത് എന്ന പേര് നൽകി. ഒരു ഉമ്മത്ത് ഒന്നാകെ ചെയ്യേണ്ട ജോലി ഒറ്റക്ക് ചെയ്തയാൾ. അല്ലെങ്കിൽ ഈ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം മാതൃകാ പുരുഷനായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ വലിയൊരു ഉമ്മത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അതും കണക്കിലെടുക്കാം. അദ്ദേഹത്തിന് ഉമ്മത്ത് എന്ന പേര് നൽകാനുള്ള കാരണം അതും നമുക്ക് കണക്കിലെടുക്കാം. പിന്നെ അള്ളാഹു അദ്ദേഹത്തിന് പേര് നൽകി ഖാനിതൻ ലില്ലാഹ്. അദ്ദേഹം ഖാനിതായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. എന്തായി ഖാനിത് എന്ന് പറഞ്ഞാൽ? വളരെയധികം ഭക്തിയോടുകൂടി ജീവിക്കുന്ന ആൾക്ക് പറയുന്ന പേരാത് ഖാനിത്. നമ്മൾ കേട്ടിട്ടില്ല ഖുനൂത്ത്? ഖുനൂത്ത് എന്ന് കേട്ടിട്ടില്ലേ? നമസ്കാരത്തിലെ ഖുനൂത്ത്, നാസിലത്തായ ഖുനൂത്ത്. അതായത് വലിയ ആപത്തുകൾ മുസ്ലിം ഉമ്മത്തിന് ഒന്നാകെ ഇറങ്ങുമ്പോൾ 5 വഖ്ത് നമസ്കാരത്തിലും നാസിലത്തായ ഖുനൂത്ത്, ആപത്തിറങ്ങുമ്പോൾ നടത്തേണ്ട ഖുനൂത്ത് ചെയ്യാൻ ഭയങ്കര ആപത്തുകൾ വന്ന് നോക്കിയോ ആ ഖുനൂത്ത് ഇതിൽ നിന്നാണ്. ഖാനിത്, പടച്ചവനെ അത്യധികം സൂക്ഷിച്ച് ജീവിക്കുന്ന ആൾക്ക് നൽകുന്ന പേരാണ് ഖാനിത്. അള്ളാഹു അദ്ദേഹത്തിന് ആ പേര് നൽകി. ഖാനിതൻ ലില്ലാഹ്, അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന, ഹനീഫൻ, നേർവഴിയിൽ നിന്നും വ്യതിചലിക്കാതെ ജീവിക്കുന്ന ആളായിരുന്നു ആര്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. വലം യകുൻ മിനൽ മുശ്രികീൻ, അദ്ദേഹം ആരല്ലായിരുന്നു? മുശ്രിക്കല്ലായിരുന്നു. വീണ്ടും അല്ലാഹു പറഞ്ഞു ശാകിറൻ ലിഅൻഉമിഹി, അള്ളാന്റെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുന്നയാളായി, നന്ദി ചെയ്യുന്നയാളായി. ഈ ചിത്തബാഹു, അള്ളാഹു അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. വഹദാഹു, അള്ളാഹു അദ്ദേഹത്തിന് മാർഗദർശനം കാണിച്ചു, നേർമാർഗം കാണിച്ചു കൊടുത്തു. എങ്ങോട്ടില്ല? സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലേക്കാണ് മാർഗം കാണിച്ചു കൊടുത്തത്, നേരായ മാർഗം. നഹ്ൽ സൂറത്തിലെ ആയത്തുകളായിരുന്നു. നഹ്ൽ എന്ന് പറയുന്നത് തേനീച്ച. ഹനീബി എന്ന് പറയും, ഹനീബി. അതിന് അറബിയിൽ പറയുന്ന പേര് അന്നഹൽ. അന്നഹൽ സൂറത്തിലെ 120, 121 ആയത്ത്. ഇപ്പോൾ ഈ കേട്ട 2 ആയത്തുകൾ അടുപ്പിച്ച് കേട്ടത്. അതിന്റെ ആയത്ത് 122 ആയതുകൊണ്ട് അത് അവസാനിക്കുന്നത് എങ്ങനെ? ഈ ഇബ്രാഹിം അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട കാര്യം. ആ 122 ആയത്ത് എങ്ങനെയാണ്? വഅതൈനാഹു ഫിദ്ദുനിയാ ഹസന, ഈ ദുനിയാവിൽ അദ്ദേഹത്തിന് വാരിക്കോരി നന്മ കൊടുത്തിരിക്കുന്നു. ജീവിതം മൊത്തം പരീക്ഷണത്തിൽ. നല്ലശരിയെ ചെറുപ്പം മുതൽ വാപ്പിച്ചിയുടെ മുന്നിൽ നിന്ന് തുടങ്ങിയ പ്രബോധനം, ചെത്തിയുണ്ടാക്കിയ വിഗ്രഹങ്ങളുടെ മുന്നിൽ ഇരുന്ന് പ്രാർത്ഥന നടത്തുന്ന, സ്വന്തം കൈകൊണ്ട് വീട്ടിലിരുന്ന് വിഗ്രഹങ്ങൾ ചെത്തി ഉണ്ടാക്കുന്ന ആദർ എന്ന പിതാവ്, ആ പിതാവിൽ നിന്ന് തുടങ്ങിയ പ്രബോധനം. പിതാവ്, പിന്നെ അങ്ങോട്ട് നാട്ടുകാര്, ബന്ധുക്കള്, ഇങ്ങനെ അങ്ങോട്ട് പിന്നെ മൊത്തം. അപ്പൊ അള്ളാഹു പറയുകയാണ്, എന്നിട്ട് അള്ളാഹു അദ്ദേഹത്തെ കുറിച്ച് പറയാനോ, അദ്ദേഹത്തിന് അള്ളാഹു ദുനിയാവിൽ എല്ലാവിധ ഹസനത്തും നൽകി. പരീക്ഷണങ്ങളുടെ തീച്ചുവയിൽ ജീവിച്ച പ്രവാചകനായിട്ട് പോലും അള്ളാഹു അദ്ദേഹത്തെ പറ്റി പറഞ്ഞതാണ്, അദ്ദേഹത്തിന് അള്ളാഹു ഹസനത്ത് നൽകി, നന്മകൾ നൽകി. ആഖിറത്തിൽ അദ്ദേഹം വരുമ്പോൾ സ്വാലിഹീങ്ങളിൽപ്പെട്ടയാളായിരിക്കും. സ്വാലിഹ് എന്ന് പറഞ്ഞാൽ സച്ചരിതൻ, സദ്ഗുണസമ്പന്നൻ, എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് ജീവിക്കുന്ന ഏറ്റവും നല്ല മനുഷ്യനെ അറബിയിൽ പറയുന്ന പേര് സ്വാലിഹ്. നമ്മുടെ ഉമ്മമാര് പലരും സ്വാലിഹ് എന്ന് നമുക്ക് പേരിട്ട് നമ്മുടെ മക്കൾ. ആ പേരിനെ അന്വർത്ഥമാക്കണം കേട്ടോ, അല്ലെങ്കിൽ വളരെ മോശമാണ്. നമുക്ക് കിട്ടിയ പേരുണ്ടല്ലോ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ പേരുണ്ട്. നാസിർ, സഹായി, സ്വാലിഹ്, സൽഗുണ സമ്പന്നൻ, സഈദ്, സൗഭാഗ്യവാൻ, ഇങ്ങനെ പല പല പേരുകളുണ്ടല്ലോ.
ഈ പേരുകളെ അന്വർത്ഥമാക്കിയില്ല എങ്കിൽ പിന്നെ ആ പേര് കൊണ്ടൊരു കാര്യവുമില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം അന്വർത്ഥമാക്കി. ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? എന്ന് പറഞ്ഞ എന്താ? പിതാവ്. ലോകത്ത് വന്ന മനുഷ്യരുടെ മാതൃകാ പിതാവ് അന്വർത്ഥമാക്കിയില്ലയോ അദ്ദേഹം? അള്ളാഹു സർട്ടിഫിക്കറ്റ് പരിശുദ്ധ ഖുർആനിലൂടെ നൽകി. എന്നിട്ട് നമ്മളോട് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, താങ്കൾക്ക് നാം വഹി നൽകിയിരിക്കുന്നു. ഹനീഫായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്തിനെ വേണം താങ്കൾ പിൻപറ്റാൻ. ഹനീഫായ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാർഗം, മില്ലത്തിനെ വേണം താങ്കൾ പിൻപറ്റാൻ. വമാ കാന മിനൽ മുശ്രികീൻ, അദ്ദേഹം മുശ്രിക്കല്ലായി. ഈ മില്ലത്താണ് നമുക്ക് കിട്ടിയത്. അള്ളാഹ് നൽകിയ മില്ലത്ത്, ഏറ്റവും അനുഗ്രഹീതമായ മില്ലത്തിന്റെ ഉടമസ്ഥരാണ് നമ്മളെല്ലാവരും. മുസ്ലിം, ഹനീഫ്. ഇതുകൊണ്ടാണ് എല്ലാ മതസ്ഥർക്കും നമ്മളോട് അസൂയ. ഈ അസൂയ പോന്നിട്ടാണ് പത്രങ്ങളിലൂടെയും ആധുനിക മീഡിയകളിലൂടെയൊക്കെ നമ്മളെ ഇങ്ങനെ ചവച്ചരച്ച് കൊല്ലുന്നത്. അസൂയ പോന്നിട്ടാണ്. ഇത്രയും അനുഗ്രഹീതമായ മതമുണ്ടോ? ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് ഒരിക്കൽ പറഞ്ഞു, EMS സാക്ഷാൽ EMS പറഞ്ഞു, ഈ മുസ്ലിങ്ങളെ പോലെ എല്ലാ ആഴ്ചയിലും ഒരുമിച്ച് പള്ളികളിൽ കൂടാനുള്ള ഒരു സംവിധാനം ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ഈ ലോകം മുഴുവൻ ഞങ്ങൾ മാർക്സമാക്കി മാറുമായിരുന്നു. അദ്ദേഹം പറഞ്ഞതാ മരിക്കുന്നതിന് മുമ്പ്. EMS സാക്ഷാൽ ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞ, മുസ്ലിങ്ങളെ പോലെ വെള്ളിയാഴ്ച ഒരുമിച്ച് കൂടാൻ, 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ഒരുമിച്ച് കൂടാൻ ഒരു സംവിധാനം ഞങ്ങൾക്ക് കിട്ടിയിരുന്നുവെങ്കിൽ ഈ ലോകം മുഴുവൻ ഞങ്ങൾക്ക് ഇതാക്കുമായിരുന്നു, ഞങ്ങളുടെ ആദർശത്തിലേക്ക് കൊണ്ടുവരുമായിരുന്നു. നമുക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയിട്ടും യഥാർത്ഥ മില്ലത്തിലേക്ക്, ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ മില്ലത്തിലേക്ക് നമ്മുടെ ഉമ്മത്തിനെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഇപ്പോഴും ആരേക്കും മടവൂർ ഔലിയാനെ വിളിച്ചുകൊണ്ടിരിക്കുക ഇല്ലയോ? പ്രാർത്ഥനയിൽ ഇബ്രാഹിം മില്ലത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞോ? നമ്മുടെ ഉമ്മത്തിനെ എത്ര വർഷമായി ജുമാ നടക്കുന്ന വെള്ളിയാഴ്ചകളിൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉമ്മത്ത്. ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉമ്മത്ത്. അങ്ങനെ ഏതൊക്കെ ശേഖന്മാരുണ്ടോ, ഏതൊക്കെ തങ്ങന്മാരുണ്ടോ, ഏതൊക്കെ ഔലിയാക്കളുണ്ടോ, കേരളത്തിന്റെ ഒരറ്റത്ത് നിന്നും അങ്ങേ അറ്റം വരെ സഞ്ചരിച്ചാൽ 1450 കബറുകളുണ്ട്. എങ്ങനത്തെ കബർ? വെച്ച് പൂജിക്കുന്ന കബറുകൾ. ഓരോ ഔലിയാക്കളുടെ പേരിൽ പള്ളികൾ കബറിനോട് അറ്റാച്ച് ചെയ്ത് വലിയ കുമ്പകളിട്ട് മൂടിയിരിക്കുക, പച്ചപ്പട്ടകളായിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയുണ്ട് ആ ഔലിയാക്കൾ. ഇതാണ് മില്ലത്ത് ഇബ്രാഹിമാണെന്ന് പറയുന്ന മുസൽമാന്റെ അവസ്ഥയിലേക്ക് കാണുന്നത്. ഒരു രാജ്യത്ത് എല്ലാവിധ ആരാധനകൾക്കുമെതിരെ, അല്ലാഹുവല്ലാത്ത എല്ലാവിധ ആരാധനകൾക്കുമെതിരെ പൊരുതി നിന്ന പ്രവാചകൻ പിടിച്ച് തീയിലിട്ടു. എന്നിട്ട് അണിയോ? പിടിച്ച് തീയിലിട്ടിട്ട് അണിയോ? അദ്ദേഹം നിസ്സംഗോട്ട് ധൈര്യവാനായി നിന്നു. വീണ്ടും ഒരു വട്ടം പറഞ്ഞാൽ മതിയായിരുന്നു. അവർ ആരാധിക്കുന്ന ആരാധനാമൂർത്തിയുടെ പേര്, ഏതെങ്കിലും ഒരു ഔലിയായുടെ പേര് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നു. ആ തീന്റെ മുന്നിൽ നിന്ന് ഒരിക്കലും അദ്ദേഹത്തെ തീ പിടിച്ചിടില്ലായിരുന്നു. അന്ന് അവർ ആരാധിക്കുന്ന ഏതെങ്കിലും ഒരു ഔലിയുടെ പേര്, അവർ കൊത്തിയുണ്ടാക്കിയ ഔലിയായുടെ രൂപമുള്ള വിഗ്രഹങ്ങൾ, അതിന്റെ പേര് ആ തീയുടെ മുന്നിൽ ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അദ്ദേഹത്തിന്. ഒരിക്കലും അവർ പിടിച്ച് തീയിലില്ലായിരുന്നു. നരച്ചേക്ക് തീയിലിട്ടില്ലേ പിടിച്ച്? മുസ്ലിം ഉമ്മത്തിൽ നമ്മളാണോ ഹനീഫ്? നമ്മളാണോ മില്ലത്ത് ഇബ്രാഹിമിനെ പിൻപറ്റിയവർ? അള്ളാഹു പറയുന്ന ഒരു ആയത്തുണ്ട്, ഗൗരവതരമായി പറയുന്ന ആയത്ത്. ആരാണ് വിമുഖത കാണിക്കുന്നത്? ആരാണ് വെറുപ്പ് കാണിക്കുന്നത്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചര്യയോട് ആരാണ് വിമുഖത കാണിക്കുന്നത്? വിമുഖത കാണിക്കുന്നവനാ മില്ലത്തിനോട് വിമുഖത കാണിക്കുന്നവൻ സ്വന്തം ആത്മാവിനെ മൂഢമാക്കിയവനല്ലാതെ മറ്റാരുമല്ല. ആരെങ്കിലും മൗലിയ മടവൂർ ഔലിയാനെ വിളിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ മില്ലത്തിനോട് വിമുഖത കാണിച്ചവരാണ്. ആരെങ്കിലും ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പാണ് അവർ ഈ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്തിനോട് വിമുഖത കാണിക്കുന്നവരാണ്. ആരെങ്കിലും ശേഖന്മാരുടെയോ തങ്ങന്മാരുടെയോ ബദരീമാരുടെയോ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നുണ്ടെങ്കിൽ അവർ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്തിനോട് വിമുഖത കാണിക്കുന്നവരാണ്. അല്ലാഹ് ചോദിക്കുന്നു, ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ മില്ലത്തിനോട് വിമുഖത കാണിക്കുന്നവനാരാണ്?
സ്വന്തം ആത്മാവിനെ മൂഢമാക്കിയവനല്ലാതെ മറ്റാരാണെന്ന് കാണിക്കുക. ദുനിയാവിൽ അദ്ദേഹത്തെ ഞാൻ വിശിഷ്ട വ്യക്തിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ആരെ? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. വഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്വാലിഹീൻ. ആഖിറത്തിൽ പരലോകത്ത് അദ്ദേഹം വരുമ്പോൾ ആരായിരിക്കും? സ്വാലിഹീങ്ങളിൽപ്പെട്ടയാളായിരിക്കും. എന്താ കാരണം? ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം. അദ്ദേഹത്തിന്റെ റബ്ബ് അദ്ദേഹത്തോട് നീ മുസ്ലിം ആകാൻ പറഞ്ഞു, യഥാർത്ഥ മുസൽമാനാകാൻ പറഞ്ഞു, യഥാർത്ഥ കീഴ്പ്പെടാൻ, അല്ലാഹുവിന്റെ മുന്നിൽ കീഴ്പ്പെടാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞു ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. സർവലോക രക്ഷിതാവായ അല്ലാഹുവിന്റെ മുന്നിൽ ഞാൻ ഇതാ കീഴ്പ്പെട്ടിരിക്കുന്നു, ഞാൻ സമ്പൂർണനായ ഹനീഫായ മുസ്ലിമായി മാറിയിരിക്കുന്നു. പറയാൻ പറ്റുമോ? എനിക്ക് നിങ്ങൾക്കും നമ്മുടെ മാതാപിതാക്കൾക്ക് പറയാൻ പറ്റുമോ? നമ്മളിൽ നിന്ന് മരിച്ചുപോയ ഉപ്പമാർക്ക് പറയാൻ പറ്റുമോ? മിക്കവരും പതിനെ വിളിച്ച് പ്രാർത്ഥിച്ചവരാ. മങ്കൂസ് മൗലൂദ് തോന്നുമ്പോ ആരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന? മങ്കൂസ് മൗലൂദ് വീട്ടിൽ പണ്ട് മിക്കവരും വീട്ടിൽ ഖുർആനേക്കാൾ ഭക്തി ആദരവോടുകൂടി കിട്ടിയിട്ടാണ് ഈ സാധനം. ഖുർആനേക്കാൾ ഭക്തിയോടുകൂടി സൂക്ഷിച്ചിരിക്കുക. ارتكبت على الخطا غير حسن وعداد لك اشكو فيه يا سيدي خير النبي. ഈ പരിത്തോന്നിട്ട് തേങ്ങാച്ചോറ് ഇറച്ചിട്ട് ഓർക്കുന്നുണ്ടോ? അവസാനം വരെ പോകുമ്പോൾ കയ്യിൽ പോകാൻ നേരത്ത് ഈ ബൈത്തോന്നിപ്പോ കഴിയുമ്പോ ارتكبت على الخطا غير حسن وعداد لك اشكو فيه يا സയ്യിദി ഖൈറൻ നബി. കുറ്റാമെന്ന വാഹനമിൽ അറ്റാമില്ല ഞാൻ കയറി, തങ്ങളോടന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. ഖൈറായ സയ്യിദായ നബിയെ ഞാൻ ധാരാളം കുറ്റം ചെയ്തു പോയിട്ടുണ്ട്. താങ്കളുടെ മുന്നിൽ ഞങ്ങൾ ഇതാ കുറ്റം സമർപ്പിക്കുന്നു, ബോധിപ്പിക്കുന്നു. ഇത് പാടിയിട്ടാണ് നമ്മൾ നെയ്ച്ചോറെടുത്തിരുന്നത് ഒരു കാലഘട്ടത്തിൽ കൊച്ചു പ്രായത്തിലെ. ഇപ്പോഴും പാടാൻ പോകുന്നവരുണ്ട്. വ്യാഴാഴ്ച രാവിലെ പള്ളികളിലേക്ക് നോക്കുന്നുണ്ട്. ഇത് വ്യാഴാഴ്ച രാവിലെ മകരവിളക്ക് നമസ്കാരം കഴിഞ്ഞ് പള്ളികളെല്ലാം അള്ളാന്റേതാണെന്ന് പ്രഖ്യാപിച്ചു. പ്രസാദം തരില്ല. പള്ളികളെല്ലാം ആരുടെയാണ്? അള്ളാന്റേതാണ്. പല തത്വവും അവിടെ ഇരുന്ന് അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും വിളിക്കരുത് എന്ന് അള്ളാഹ് പറഞ്ഞു. ഇവിടെ പള്ളിയിലെ ഉസ്താദിന് നേതൃത്വം കൊടുക്കുക. ആരെ വിളിക്കാൻ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം ചോദിക്കുവാൻ. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന അള്ളാഹ് പഠിപ്പിച്ചു. കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു, കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചു, മക്കയിൽ കൊണ്ടുപോയി കുഞ്ഞിനെയും ഉമ്മാനെയും കൂടെ ആക്കാൻ പറഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ കാബ മക്ക നഗരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കാബയുടെ അടുത്തറ ഉയർത്തിയപ്പോൾ പ്രാർത്ഥിച്ചു, ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയിൽ എല്ലായിടത്തും റബ്ബി എന്നോ റബ്ബന എന്നോ കാണുന്നു. ഉറപ്പായി നിങ്ങൾ പരിശോധിച്ചോ? ഇതെല്ലാം ഓരോ സമയം എത്ര തീരാൻ പോകാം കുതുബയുടെ ടൈം. ഈ പ്രാർത്ഥനയിലെല്ലാം തുടങ്ങുന്നത് റബ്ബി അല്ലെങ്കിൽ എങ്ങനെയാ? റബ്ബന. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച കൊച്ചിലായത് റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ വബശർനാഹു ബിഗുലാമിൻ ഹലീം. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. വയസ്സമ്പതായി, ജരാനരകൾ ബാധിച്ചു. നമുക്കൊക്കെ ഭയങ്കര നിരാശയുടെ പടുകുടിയിലായിട്ട് നമ്മൾ ഭീമാപ്പള്ളിയുടെ കബർ മുതൽ അങ്ങ് ഡൽഹിയിൽ പോയി ആ കബർ വരെ നിരങ്ങിയണം. ഉറപ്പായിട്ടും മക്കളെ കിട്ടിയിട്ടില്ലെങ്കിൽ, കല്യാണം കഴിച്ചിട്ട് 5 വർഷമായിട്ട് മക്കളെ കിട്ടിയിട്ടില്ലെങ്കിൽ ഭീമാപ്പള്ളി മുതൽ നിരങ്ങിയിട്ട് ഇവിടം വരെ കാസർഗോഡോ ഡൽഹി വരെ പോയിക്കോളൂ. എല്ലാ കബറിലേക്കും 80 വയസ്സായപ്പോഴും പ്രാർത്ഥിച്ച പ്രാർത്ഥന കേട്ടോ. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു സന്താനത്തെ എനിക്ക് നൽകണം പഠിച്ചവനെ. ജരാനരകളൊക്കെ ബാധിച്ച് ഇനി ഒരൊറ്റ കറുത്ത രോഗവും ബാക്കിയില്ല, മൊത്തം വെളുത്തിരിക്കുക. അപ്പൊ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് തുടക്കം മുതൽ ആദ്യം മുതൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയത്. അപ്പോഴേ സഹനശീലനായ ഒരു കുട്ടിയെ പറ്റി അള്ളാഹു അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു. ആ ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനി കുട്ടിയെ കിട്ടിക്കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയുണ്ട്, മക്കയിൽ കൊണ്ടുപോയി വിടണമെന്ന് പറഞ്ഞപ്പോൾ പ്രാർത്ഥനയുണ്ട്, അതുപോലെ മക്ക നഗരിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്, കഅബയുടെ അടിത്തറ ഉയർത്തിയപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്, ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്. ഇതെല്ലാം തുടങ്ങിയേക്കണം എങ്ങനെയാ? റബ്ബി എന്നോ റബ്ബന എന്നോ. റബ്ബി എന്ന് പറഞ്ഞാൽ എന്റെ പഠിച്ചു, എന്റെ റബ്ബെ, എന്റെ രക്ഷിതാവ്. റബ്ബന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രക്ഷിതാവ്, ഞങ്ങളുടെ പടച്ചവൻ.
അതുകൊണ്ട് സഹോദരങ്ങളെ, ദയവ് ചെയ്ത് മഹാപാപമായ ശിർക്കിലേക്ക് പോകല്ലേ. മില്ലത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം പഠിപ്പിച്ച ആ മില്ലത്തിനെ മുഹമ്മദ് നബിയിലൂടെ നമുക്ക് നൽകിയിരിക്കുകയാണ്. അതിൽ ഉറച്ചു നിൽക്കുക, യഥാർത്ഥ മുസ്ലിമായി ഉറച്ചു നിൽക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയും വസിയത്ത് ചെയ്യുകയും. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അവർ ചെറുപ്പം, അവരുടെ ഭർത്താവായ അബൂ സലമ റളിയല്ലാഹു അൻഹു, ഉമ്മു സലമ വളരെ യുവതിയായ സമയത്ത് തന്നെ അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. ഒന്ന് സഹാബി വനിതയാണ്, ഒന്ന് സഹാബി. അങ്ങനെ റസൂലുള്ളാഹി അറിഞ്ഞു, മരണവാർത്ത അറിഞ്ഞ് വീട്ടിൽ ചെന്നു. ഉമ്മു സലമയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഉമ്മു സലമ സങ്കടപ്പെട്ട് ഭർത്താവിന്റെ മയ്യിത്തിനരികിലിരിക്കുകയാണ്. യാ ഉമ്മ സലമ, ഉമ്മു സലമേ, നീ ഇപ്രകാരം പറയണം. എന്ത് പറയണം? അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ എന്ന് പറഞ്ഞു. അല്ലാഹു റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ, അല്ലാഹുവേ, അജ്ർനി ഫീ മുസീബതി, എനിക്ക് ബാധിച്ച മുസീബത്തിൽ, പരീക്ഷണത്തിൽ എനിക്ക് നീ പ്രതിഫലം നൽകണം. എന്റെ ഈ യുവപ്രായത്തിൽ എന്റെ ഹസ്ബൻഡ് എന്നെ വിട്ട് പിരിഞ്ഞിരിക്കുക, അദ്ദേഹത്തിനും യുവപ്രായമാണ്. മുസ്ലിം, എനിക്ക് ഈ ആപത്ത് ബാധിച്ചതിൽ എനിക്ക് നീ പ്രതിഫലം നൽകണം. ഈ നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ ഉത്തമമായതിനെ എനിക്ക് പകരം നൽകണം. ആപത്ത് ബാധിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. അല്ലാഹു പറഞ്ഞു സൂറത്തുൽ ബഖറയിലെ 156, 157 ആയതായിട്ടുണ്ട്. ആപത്ത് ബാധിക്കുമ്പോൾ അതിൽ ക്ഷമ കൈക്കൊള്ളുന്ന ആൾക്കാർക്ക് സന്തോഷമാണെന്ന് അറിയിക്കുക. ധാരാളം പരീക്ഷകളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്, അല്ലദീന, അവർ ഇദാ അസാബത്തുഹും മുസീബ, അവർക്കൊരാപത്ത് ബാധിച്ചാൽ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നായിരിക്കും അവരുടെ വാക്ക്. നമുക്കൊരാപത്ത് ബാധിച്ച ആദ്യം വരുന്നത് അയ്യോന്നാണ്. ഒന്ന് വൈദ്യുതി വീഴും, അപ്പൊ വീണവരും അയ്യോ എന്ന് പറയും, കണ്ടു നിൽക്കുന്നവരും അയ്യോ എന്ന് പറയും. അയ്യോ എന്നുള്ള വാക്ക് കൊടുക്കുന്ന ഹൈന്ദവതയിൽ നിന്ന് വന്നത്. അയ്യൻ അയ്യപ്പൻ, അതാണ് ഈ അയ്യോ. അപ്പൊ ശിർക്ക് ഒറ്റ അടിക്ക് വന്നത് വായിലേ അള്ളോ എന്ന് പറയുന്നതിന് പോലെ വന്നതാണ് അയ്യോ. അസ്തഗ്ഫിറുല്ലാഹ്. ഞാൻ മിമ്പറിൽ നിന്നത് പറഞ്ഞത് തന്നെ അസ്തഗ്ഫിറുല്ലാഹ് പറയും. ഏറ്റവും പരിശുദ്ധമായ സ്ഥലമാണ് മിമ്പർ, പള്ളിയിൽ ആദ്യം വരുന്നതാ, അല്ലയോ? ഇവിടെ കണ്ടോ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയാൻ അള്ളാഹു പറഞ്ഞു. ആപത്ത് പഠിക്കുമ്പോൾ ഞങ്ങൾ അള്ളാഹുവിന്റെ അധീനത്തിലാണ്, അവങ്കിലേക്ക് തന്നെ മടങ്ങേണ്ടവരാണ് എന്ന് പറയാൻ. അപ്പൊ ഇത് മരിക്കുമ്പോൾ മാത്രം പറയാനുള്ളതല്ല, എന്താപത്ത് പഠിച്ചാലും പറയാം. കൊറിയൻ പ്ലേറ്റുമായിട്ട് ഹസ്ബൻഡ് വീട്ടിലേക്ക് ഗൾഫിലേക്ക് പോകും. അത് ഇറക്കുന്നതിനിടയിൽ ഹസ്ബൻഡ് സൗജന്യത്തിന്റെ കയ്യിലേക്ക് കൊണ്ടുപോകും കൊറിയൻ പ്ലേറ്റ്, ഒരു ഡിഷ് 24 പ്ലേറ്റ് ഉണ്ട്. അതിന്റെ ഒരു പ്ലേറ്റോടെ അതിന്റെ ഗ്ലാസ് എല്ലാം കൂടെ ഈ കവർ പെട്ടെന്ന് താഴത്തേക്ക് കൊണ്ട് ചിന്തിച്ചത്. കാറിൽ നിന്ന് ഇറക്കി ഹസ്ബൻഡ് വൈദ്യുതി കൈ കൊടുത്തു, വൈദ്യുതിന്റെ കൈ സ്ലീപ്പായി താഴെ. രണ്ടുപേരും എന്തായിരിക്കും പറയും? എന്തായിരിക്കും പറയുക? അള്ളാഹു പറഞ്ഞു, ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ പറഞ്ഞാൽ എന്ത് കിട്ടും? ഉലൈക അലൈഹിം സ്വലവാത്തുൻ, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കും. ആ ദമ്പതികൾക്ക് മിർ റബ്ബിഹിം, നിന്റെ റബ്ബിൽ നിന്നുള്ള വറഹ്മ, ആ കുടുംബത്തിന് അല്ലാഹു കാരുണ്യം കൊടുക്കും. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് ഹിദായത്ത് സിദ്ധിച്ചവർ. ഉമ്മു സലമയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലേ? അബൂ സലമ മരിച്ചപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ ഉത്തമമായതിനെ എനിക്ക് പകരം നൽകണമെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലയോ? പിന്നെ അവരുടെ ഹസ്ബൻഡായിട്ട് ആരാ വന്ന അറിയാവോ? സാക്ഷാൽ പ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഉമ്മു സലമയെ വിവാഹം കഴിച്ച ആരാണ്? അല്ലാഹുവിന്റെ റസൂൽ. അപ്പൊ നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ നല്ലതിനെ എനിക്ക് പകരം നൽകണേ എന്ന് പ്രാർത്ഥിച്ചാൽ അള്ളാഹ് പകരം നൽകും, ഉറപ്പാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഉമ്മു സലമയുടെ ആ സംഭവം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ എല്ലാവരുടെ ചെറുതും വലുതുമായ നമുക്ക് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, പഠിച്ചവനെ, എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണം. അള്ളാഹുവെ, നിനക്ക് വേണ്ടി, നിന്റെ പള്ളിക്ക് വേണ്ടി, നിന്റെ മറ്റുള്ള ആരാധന
നിർവഹിക്കുന്ന സ്ഥലങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ മദ്രസകൾക്ക് വേണ്ടി, ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ജാരിയായ സ്വതക്ക ചെയ്യുന്ന എല്ലാവരുടെയും സ്വതക്കൾ നീ സ്വീകരിക്കുകയും മാതാപിതാക്കൾക്ക് വേണ്ടിയാണെങ്കിൽ ആ മാതാപിതാക്കളുടെ കബറുകളിൽ നീ എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ പലവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവരുണ്ട്. ആ രോഗങ്ങളിൽ നിന്നെല്ലാം അവർക്ക് മുക്തി നൽകണം റഹ്മാനെ. പടച്ചവനെ, ഫലസ്തീനിലെ പ്രശ്നം റബ്ബേ നിനക്കറിയാം. 2 മാസത്തിലധികമാണ്. പടച്ചവനെ, ആ കുഞ്ഞുങ്ങൾക്ക് നീ എല്ലാവിധ സംരക്ഷണവും കൊടുക്കണം റഹ്മാനെ. മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അവരെ സംരക്ഷിക്കാൻ ശക്തമായ കരങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാണ് റഹ്മാനെ. അവർക്ക് നഷ്ടപ്പെട്ടു പോയ വീടിനേക്കാൾ നല്ല വീടുകളും വിദ്യാലയങ്ങളെക്കാൾ നല്ല വിദ്യാലയങ്ങളും പള്ളികളെക്കാൾ നല്ല പള്ളികളും നൽകി ആ ഉമ്മത്തിനെ നീ കാത്തിരക്ഷിക്കണമേ റഹ്മാനെ. അവർക്ക് നീ ഭക്ഷണം കൊടുക്കണമേ റഹ്മാനെ. വൈദ്യുതിയും മരുന്നും വെള്ളവും കൊടുക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين. آمين.